ഞാനൊരു 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത്. ആദ്യം അത്ര കാര്യമായിട്ട് വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അത് കാര്യമാവാൻ തുടങ്ങി. എൻ്റെ നെയ്ബേഴ്സായിട്ടുള്ള താര ആൻറ്റിയും ജിത്തും ആ സമയത്ത് കൃപാസനത്തിൽ പോകുമായിരുന്നേ. 10ാം ക്ലാസ്സിൽ ആകാശം ഇടിഞ്ഞു വീണാലും ഫുൾ A+ വേണമെന്നായിരുന്നു എൻ്റെ വാശി. അതിനുവേണ്ടി വെളുപ്പിന് 1 മണിക്ക് എണീച്ചിട്ട് ജിത്തുവിൻ്റെ അടുത്ത് കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. ഞങ്ങൾ 3 മണി തൊട്ടിരുന്ന് പഠിച്ചിട്ട് 5:30 ആകുമ്പോൾ കൃപാസനത്തിൻ്റെ പ്രയറൊക്കെ ചെല്ലുമായിരുന്നേ. അത്ഭുതകരമായിട്ടാണ് 10ാം ക്ലാസ്സിലെ റിസൾട്ട് എനിക്ക് മാതാവ് തന്നത് കേട്ടോ. പൊക്കി പറയുമെന്ന് വിചാരിക്കല്ലേ, എൻ്റെ സ്കൂളിൽ എനിക്ക് മാത്രമേ ഫുൾ A+ ഉള്ളായിരുന്നു ആ സമയത്ത്. ഇത് വെറും 100ൽ 1 സാക്ഷി മാത്രമാണ്. ഇതിനെക്കാട്ടി അത്ഭുതകരമായ പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അമ്മയുടെ ഹെൽത്ത് ഇഷ്യൂസ്, എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെയ്യണി, വെറും ഷോർട്ട് പീരീഡ് കൊണ്ടാണ് നമ്മൾ 100K എത്തിയത്. എൻ്റെ അമ്മ എപ്പോഴും പരാതി പറയുന്ന ഒരു കാര്യമാണ്, എല്ലാവരും പുറത്തു പോകില്ല, അമ്മ മാത്രം വീട്ടിലിരുന്ന് ഇങ്ങനെ വീട്ടുപണിയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഇന്ന് അമ്മ അബുദാബിയിലേക്ക് പോവാണ്. എൻ്റെ അമ്മ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഡെയിലി ബ്ലെസ്സിങ്സ്. അതുകൊണ്ട് മാത്രമാണ് അമ്മ പോകാൻ പറ്റിയെന്ന് ഞാൻ 110% വിശ്വസിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്സ് രാവിലെ 5:30 ഉള്ളത്, യൂട്യൂബിലൊക്കെ ഉണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, എല്ലാം ശരിയാവും. എനിക്കാണെങ്കിൽ 2 ദിവസം കിട്ടിയുള്ളൂ. അമ്മയെ വിട്ടിട്ട് ഉടനെ തന്നെ ബാംഗ്ലൂരേക്ക് ഞാൻ തിരിച്ചു വന്നിട്ടോ. ഇൻഡിഗോയിലാണ് നമ്മൾ വന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചൊന്നും ഇരിക്കേണ്ട, പ്രാർത്ഥിക്കുന്നത് എല്ലാം ശരിയാവും. ഞാൻ ബാംഗ്ലൂർ വന്ന് നമ്മുടെ ഷംസി ടൂർസ് ആൻഡ് ട്രാവൽസ് വഴിയാണ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തത്. ജസ്റ്റ് ഒരു മെസ്സേജ് അങ്ങോട്ട് ഇട്ടാൽ മതി, ബാക്കി ഷംസിക്ക് സെറ്റാക്കി തരും. അതും ലോ ഫെയറിൽ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് തരും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ. ഞാൻ ഈ റൂമിലെത്തിയ ബൈ.